നമസ്കാരം. നമ്മുടെ എന്തൊരു വീഡിയോ എന്ന് പറയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂടുതലും ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതായത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, MBBS ആയിക്കോട്ടെ, ആർക്കിടെക്ട് ആയിക്കോട്ടെ, നഴ്സിംഗ് ആയിക്കോട്ടെ, അങ്ങനെ ധാരാളം കോഴ്സുകൾ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരളത്തിനകത്തായാലും വെളിയിലായാലും എല്ലാം തന്നെ നമ്മുടെ ശരിക്കും ഭാവി നിർണ്ണയിക്കുന്നത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്ന കോഴ്സും അതുപോലെ തന്നെ പഠിക്കുന്ന കോളേജുമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നൊരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഫീൽഡിൽ തന്നെ പല സെക്ഷനുണ്ട്. എന്നാലും നേഴ്സിംഗ് മേഖലയിലാണ് ധാരാളം നമുക്ക് ഇന്ത്യയിലായാലും ഇന്ത്യക്ക് വെളിയിലായാലും എല്ലാം ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ബോയ്സിനായാലും ഗേൾസിനായാലും ഒരുപോലെ പഠിക്കാൻ പറ്റിയൊരു ഫീൽഡാണ് നമ്മുടെ നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ. നേഴ്സിംഗിൽ തന്നെ നമുക്ക് GNM ഉണ്ട്, അതുപോലെ തന്നെ BSc നേഴ്സിംഗ് ഉണ്ട്, പിന്നെ ഒട്ടനവധി നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. ഏറ്റവും മികച്ച ഒരു നേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മികച്ചൊരു കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ കഴിയത്തുള്ളൂ. അത് നമ്മൾ കേരളത്തിനകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ. നമുക്കറിയാം കേരളത്തിന് വെളിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ പോയി നേഴ്സിംഗ് ഒക്കെ പഠിക്കുന്നത്. കാരണം അതിനുള്ള ഫെസിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അത്രയും കോളേജുകൾ നമ്മുടെ കേരളത്തിന് വെളിയിലുണ്ട്. അതിൽ തന്നെ മെയിനായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങൾ. നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ബാംഗ്ലൂരിൽ. കാരണം ധാരാളം കോളേജുകളുണ്ട്, അതുപോലെ തന്നെ ധാരാളം ഫെസിലിറ്റികൾ. അതായത് നമുക്ക് നേഴ്സിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ പഠിക്കുന്ന കോളേജ് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വേണം. അതുപോലെ തന്നെ മികച്ച അധ്യാപകരാണ്, നല്ലൊരു ക്യാമ്പസ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വേണം. അങ്ങനെ നിരവധി ഫാക്ടേഴ്സാണ് നമ്മളൊരു കോളേജ് പഠിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ബാംഗ്ലൂരിലെ ടോപ്പ് കോളേജായ വൻഷിക എന്ന് പറഞ്ഞൊരു നേഴ്സിംഗ് കോളേജിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരു കോളേജ്, ഒരു നേഴ്സിംഗ് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ വിവിധ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കോളേജിൻ്റെ അംഗീകാരമാണ് അതിനകത്ത് ആദ്യം തന്നെ INCയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. പിന്നെ നമ്മൾ ആ ഒരു ക്യാമ്പസ്, നമ്മളൊരു 4 അല്ലെങ്കിൽ 5 വർഷം ആ ഒരു കോളേജിൽ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു അന്തരീക്ഷം, നമുക്കൊരു മാനസികമായ ഒരു സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ആ ഒരു ക്യാമ്പസിലുള്ളത് എന്നുള്ള കാര്യം നോക്കണം. പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ, എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ ലാബ് ഫെസിലിറ്റി, അതുപോലെ തന്നെ അവരുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വൻഷിയ കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് അധികം ദൂരമില്ല. നമ്മുടെ ഗേൾസിനൊക്കെ ആയാലും വൻഷിയ കോളേജിൻ്റെ ക്യാമ്പസിനകത്ത് തന്നെയാണ് അവരുടെ ഹോസ്റ്റലും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. ബോയ്സ് ആയാലും ക്യാമ്പസിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയൊക്കെ നമ്മൾ ഉറപ്പായിട്ടും അവിടുത്തെ ഫുഡ് ചിലപ്പോൾ നമുക്ക് സെറ്റ് ആവണമെന്നില്ല. നമ്മുടെ വൻഷിയ കോളേജിൽ നമ്മുടെ ഹോസ്റ്റൽ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് എല്ലാം തന്നെ രീതിയിൽ പറ്റുന്ന ഒരു ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ഫെസിലിറ്റി എല്ലാം തന്നെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാം നേഴ്സിംഗ് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി വരും. അപ്പോൾ വൻഷിയ നേഴ്സിംഗ് കോളേജിന് നമുക്ക് സ്വന്തമായിട്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ ലാബ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ മികച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ന്യൂസ് പേപ്പറിലായാലും TVയിലായാലും ധാരാളം നമ്മൾ ബാംഗ്ലൂരിലുള്ള നേഴ്സിംഗ് കോളേജിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. കാരണം പലപ്പോഴും ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള പേരിൽ നമ്മുടെ കോളേജൊക്കെ വലിയ ആ രീതിയിലുള്ള കുറേ കോളേജുകളുണ്ട്. അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ പരസ്യമൊക്കെ കണ്ട് ആകൃഷ്ടരായി നമ്മളവിടെ പോയി അഡ്മിഷൻ എടുക്കാറുണ്ട്. ചിലപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ ഒന്നിലധികം കോളേജിൽ കാണും. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ഈ നമ്മൾ പഠിക്കുന്ന ക്യാമ്പസിനല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജ് നമുക്ക് INCയുടെ അപ്രൂവൽ കാണത്തില്ല. ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരെണ്ണത്തിന് മാത്രമേ INC കാണത്തുള്ളൂ, ബാക്കിയുള്ളതിനെ കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ചീറ്റിംഗ് ആയാലും ഈ ഒരു ഫീൽഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മെയിനായിട്ടൊക്കെ കേരളത്തിന് വെളിയിൽ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിനകത്തൊക്കെ പഠിക്കുന്ന നേഴ്സിംഗ് ഉറപ്പായിട്ടും INCയുടെ അംഗീകാരമുള്ള കോളേജിൽ മാത്രം പഠിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നമ്മുടെ വർഷം പോകും, നമ്മുടെ ഭാവിയും കാര്യങ്ങളെല്ലാം തന്നെ പോകും. അപ്പോൾ നമ്മുടെ വൻഷിയ കോളേജിനെ പറ്റി, നേഴ്സിംഗ് കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു കോളേജ് കൂടിയാണ്. ബാംഗ്ലൂരിലെ ടോപ്പ് കോളേജുകളിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവിധ INCയുടെ അപ്രൂവലും കാര്യങ്ങളും എല്ലാം കൂടെ വളരെ മികച്ച രീതിയിൽ കുട്ടികൾ നമ്മുടെ കുറേ ഈ ഒരു വീഡിയോക്ക് നമ്മുടെ മലയാളി കുട്ടികളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം നമ്മളവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഫീഡ്ബാക്കൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷ അല്ലെന്നുണ്ടെങ്കിൽ റാങ്കിങ് ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വൻഷിക കോളേജ് ഓഫ് നഴ്സിംഗിൽ നമ്മുടെ GNM, അതുപോലെ തന്നെ BSc നഴ്സിംഗ്, ഇത് കൂടാതെ കുറേ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ, മെയിനായിട്ട് കർണാടകയിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് KCET എക്സാം എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം. കാരണം കർണാടകയ്ക്ക് വെളിയിലുള്ള ആൾക്കാർ, അതായത് അതർ സ്റ്റേറ്റ്സ് കുട്ടികൾ വരുമ്പോൾ KCET എക്സാമിൻ്റെ ആവശ്യം വരുന്നില്ല. KCET എക്സാം ഇല്ലാണ്ട് തന്നെ നമുക്ക് കർണാടകയിലുള്ള ഏതൊരു കോളേജ് INC അപ്രൂവ്ഡ് ആയ ഏത് കോളേജ് നമുക്ക് പഠിക്കാവുന്നതാണ്. വീഡിയോക്കകത്ത് നമ്മുടെ വൻഷിക കോളേജിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ തന്നെ അറിയാം പ്ലസ് 1 റിസൾട്ട് എല്ലാം വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ പല കോളേജുകൾ അല്ലെങ്കിൽ പല കോഴ്സുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് അല്ലെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലൊക്കെ പോയി പഠിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനിലൊന്നാണ് നമ്മുടെ വൻഷിക കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പോൾ വീഡിയോക്ക് നമ്പറുണ്ട്, അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കോളേജിൻ്റെ നമ്പറാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നെ അറിയാവുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് കോളേജിൽ വരാവുന്നതാണ്. കോളേജിൻ്റെ എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലാബ് ഫെസിലിറ്റി ആയിക്കോട്ടെ, നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ആവണേ എല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ആയാലും നിങ്ങൾക്ക് നേരിട്ട് നോക്കി കാണാവുന്നതാണ്. ഇപ്പോൾ തന്നെ ആയാലും പല ആൾക്കാരും ചിന്തിക്കുന്ന ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അവിടെയുള്ള കുട്ടികളുമായിട്ട് നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് അവിടെ ഇച്ചിരി പഠനത്തിൽ വീക്കായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ട്യൂഷനോ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളെ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നഴ്സിംഗ് ബാംഗ്ലൂർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ വൻഷിയ കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പോൾ വീഡിയോയിൽ നമ്പറുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക, നേരിട്ട് ക്യാമ്പസിൽ വരിക, നിങ്ങൾക്ക് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ പല ആൾക്കാരും കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ, കേരളത്തിലെ അലോട്ട്മെൻറ്റ് നോക്കിയിരുന്നിട്ട് അവസാനം നമ്മുടെ കോളേജിലോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കോളേജിലല്ല ബാംഗ്ലൂരിലെ ഒട്ടുമിക്ക നല്ല കോളേജുകളിൽ ഒന്നും തന്നെ സീറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് നോക്കിയോ അതേസമയം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോളേജിൽ വന്ന് സീറ്റോ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോളേജിലുള്ള
കഴിഞ്ഞപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഞാൻ കൊല്ലം കടക്കിൽ നിന്ന് വരുന്ന ഞാൻ ഇവിടെ വർഷിക കോളേജ് BSc ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റാണ്. ഈ കോളേജ് എനിക്ക് വലിയ ഇഷ്ടമായ അധ്യാപകരും ക്ലാസ് റൂമെല്ലാം നല്ലതാണ്. ഹോസ്റ്റലൊക്കെ നല്ലതാണ്. ഫുഡ് കുഴപ്പമില്ല ഫുഡാണ്. ലാബ് ഓക്കെയാണ്. പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെ ഹോസ്റ്റലിലെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് മലയാളി ഫുഡ് ആ രീതിയിലുള്ള കിട്ടുന്നുണ്ടോ? ഓക്കെയാണോ ഫുഡ്? കുഴപ്പമില്ല. ടീച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്രയാണ് ഇപ്പം ക്ലാസ്? ഒരു മാസമേ ഉള്ളൂ. ഹോസ്റ്റലേഴ്സ് ആണ് നിങ്ങളെല്ലാം? ഹോസ്റ്റലേഴ്സ് തന്നെയാണ്. ഹോസ്റ്റലിൽ വേറെ പ്രോബ്ലം അങ്ങനത്തെ സീനിയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം അങ്ങനൊന്നുമില്ല. ഫസ്റ്റ് ഇയേഴ്സിന് മാത്രം ഹോസ്റ്റലാണോ? സീനിയേഴ്സ് ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. കല്ലറ കല്ലറിലെവിടെ? വളക്കുഴിപ്പച്ച എവിടെയാ വീട്? കണ്ണൂർ എവിടെയാ? ധർമ്മശാല. മോളുടെ കൊല്ലത്ത് എവിടെ? കല്ലുവാതി. BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ തീരാൻ പോകുന്നില്ലേ? ആദിത്യ സന്തോഷ്. ഞാൻ കാസർഗോഡ് വരുന്നത്. ഇപ്പം സെക്കൻഡ് ഇയർ പഠിച്ചതും തേർഡ് ഇയറിലേക്ക് പോവാം. സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലേക്ക് പോവാ. എങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? ഈ 2 വർഷവും നല്ലതാണ്. കോളേജിനെ കുറിച്ച് ഓവറോൾ എന്താ അഭിപ്രായം? എവിടെ സ്ഥലം? ഞാൻ കണ്ണൂരാണ്. ഏത് വർഷം പഠിക്കുന്നത്? സെക്കൻഡ് ഇയർ. ഇപ്പൊ തേർഡ് ഇയറിലേക്ക് പോകും. എക്സാം ഒക്കെ എളുപ്പമുണ്ടായിരുന്നു? കുഴപ്പമില്ല, നന്നായിട്ട്.